കോൺഗ്രസിനെ പിടിച്ചുലച്ച ബത്തേരി നിയമന തട്ടിപ്പിനും DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ദുരൂഹ മരണങ്ങൾക്കും കാരണമായത് കോൺഗ്രസ് നിഗൂഢമായി ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ പരാജയമാണ്. ബത്തേരി സഹകരണ ബാങ്ക് വിഭജന നീക്കമായിരുന്നു അത്. നേതാക്കൾ നിയമനങ്ങൾ വരെ തീരുമാനിച്ച് പണം വാങ്ങി തയ്യാറാക്കിയ ആ നീക്കം അവരെ തന്നെ ഇല്ലാതാക്കുന്ന വിധം തിരിച്ചടിച്ചു. NM വിജയൻ മകന് വിഷം നൽകി കൊല്ലുകയും സ്വയം മരിക്കേണ്ടിയും വന്ന ദാരുണ സംഭവത്തിന് അനേകം വർഷങ്ങൾക്ക് മുൻപാണ് ആ നീക്കമുണ്ടാവുന്നത്. ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണം പിടിക്കാനും പ്രവർത്തന മേഖല വിഭജിക്കാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. നെന്മേനി നൂൽപ്പുഴ ബാങ്കുകൾ രൂപീകരിക്കാനും തീരുമാനമുണ്ടായി. ഇവിടേക്ക് 23 നിയമനങ്ങൾ പണം വാങ്ങി നടത്താനുള്ള നീക്കം ആരംഭത്തിൽ തന്നെ പാളിയെങ്കിലും നേതാക്കൾ അതിനകം പണം കൈപ്പറ്റിയിരുന്നു. 2013 ആ ശ്രമങ്ങൾ. ഒരു പഞ്ചായത്തിൽ ഒരു സഹകരണ ബാങ്ക് എന്നത് അക്കാലത്ത് UDF നയമാണ്. വയനാട്ടിൽ ഇതിന്റെ ചുമതലയിൽ പ്രധാനി NM വിജയനായിരുന്നു. BJPക്ക് കൂടി അന്ന് ഭരണ പങ്കാളിത്തമുണ്ടായിരുന്ന ബാങ്കിൽ ഒരു അട്ടിമറിയിലൂടെ ഭരണം പിടിക്കാൻ നേതൃത്വം തീരുമാനിച്ചു. ഒരംഗത്തിന്റെ മുൻതൂക്കം BJPക്ക് അന്നുണ്ടായിരുന്നു. 10 ലക്ഷം നൽകി ആ അംഗത്തെ രാജിവെപ്പിച്ച് ഭരണ സ്വാധീനം ഉപയോഗിച്ച് ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്താൻ ആ നീക്കങ്ങൾക്കായി. NM വിജയൻ ചെയർമാനായ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പിന്നീട് നിലവിൽ വന്നു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണത്തിനെതിരെ BJP പിന്നീട് കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയത് കോൺഗ്രസിന് വൻ തിരിച്ചടിയായി. വ്യവഹാരങ്ങൾക്കും അട്ടിമറിക്കും പണം മുഴുവൻ ചെലവഴിച്ചത് NM വിജയനായിരുന്നു. നിയമനങ്ങൾ നടത്തുമ്പോൾ ബാധ്യത തീർക്കാമെന്നായിരുന്നു നേതാക്കൾ പറഞ്ഞത്. അന്ന് തുടങ്ങിയ ബാധ്യത പിന്നീട് പെരുത്തു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രമുഖർ എല്ലാം തോൽക്കുകയും ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സൃഷ്ടിച്ച ഒഴിവുകളിൽ BJP അനുകൂലികളെ നിയമിക്കുകയും ചെയ്തു. പുതിയ ബാങ്കുകളും രൂപീകരിച്ചു. ഇതോടെ പണം നൽകിയ ഉദ്യോഗാർത്ഥികൾ പ്രശ്നമുണ്ടാക്കി തുടങ്ങി. പിന്നീട് ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകാമെന്ന് ഉറപ്പു നൽകി നേതാക്കൾക്ക് വേണ്ടി പണമിടപാട് നടത്തിയതിലും NM വിജയൻ ഇടനിലക്കാരനായി. നിയമനങ്ങൾ കുരുക്കിലായതോടെ ആ ബാധ്യതയും വിജയനുമേൽ വന്നു. ഇപ്പോഴുയരുന്ന രേഖകളിലെല്ലാം NM വിജയന്റെ പേരും ഒപ്പും കാണാം. എന്നാൽ പണമെത്തിയത് നേതാക്കൾക്കായിരുന്നു. പണം തിരികെ നൽകാൻ നിരന്തരം NM വിജയൻ ആവശ്യപ്പെട്ടുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. നിരന്തരം KPCCക്ക് കത്തയച്ചെങ്കിലും ഫലമുണ്ടായില്ല. തിരിച്ചടയ്ക്കാനാവാത്ത ബാധ്യത വന്നതോടെ NM വിജയൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മരണത്തിലും എന്നാൽ നീതി ലഭിക്കാതെയായിരുന്നു ആ മടക്കം. യഥാർത്ഥത്തിൽ അഴിമതികളുടെ ഒരു ഭാഗം പോലും പുറത്തു വന്നിട്ടില്ല. വഞ്ചിക്കപ്പെട്ടവർ പുറത്തു പറയുന്ന ഘട്ടമെത്തിയാൽ കോൺഗ്രസിന് അത് താങ്ങാനായേക്കില്ല. കൈരളി ന്യൂസ്, വയനാട്.